ഒപ്പിട്ടത് UDF ആണ് എന്നതിൻ്റെ പേരിൽ ആ കരാർ പൊളിക്കുന്ന രാഷ്ട്രീയ പരിപാടിക്ക് LDF ഗവൺമെൻറ് നിന്നില്ല. കരാർ പൊളിച്ച് ലാവ്ലിൻ കമ്പനിക്ക് നഷ്ടപരിഹാരം കൊടുക്കാനും കേരളത്തെ തുടർന്നും ഇരുട്ടിൽ അലയാനും ആ ഗവൺമെൻറ് വിട്ടില്ല. ദശാബ്ദങ്ങളായി പണി പൂർത്തിയാകാതെ കിടക്കുന്ന പദ്ധതികൾ അടിയന്തര ശ്രദ്ധയോടെ പൂർത്തിയാക്കാനും പുതിയവ ഏറ്റെടുത്ത് നടപ്പാക്കാനും നയനാർ മന്ത്രിസഭ നിശ്ചയിച്ചു. ആ ചിട്ടയായ പ്രവർത്തനങ്ങളുടെ ഫലമായി പേപ്പാറ, കുരിയാർകുട്ടി, പെരിങ്ങൽകുത്ത്, കുറ്റ്യാടി, ലോവർ പെരിയാർ, മാട്ടുപ്പെട്ടി തുടങ്ങിയവയിൽ നിന്നായി 372 മെഗാവാട്ട് വൈദ്യുതി ഒഴുകിയെത്തി. 98-ൽ പവർ കട്ട് പിൻവലിച്ചു. പിന്നെയും ചിട്ടയായ പ്രവർത്തനങ്ങൾ. അതിൻ്റെ ഫലമായി LDF ഗവൺമെൻറ് 3 വർഷം കൊണ്ട് അധികമായി ഉണ്ടാക്കിയത് 1084 മെഗാവാട്ട് വൈദ്യുതിയാണ്. UDF ഗവൺമെൻറ് 5 വർഷങ്ങൾ കൊണ്ട് അധികമായി ഉണ്ടാക്കിയതാകട്ടെ വെറും 13 മെഗാവാട്ട് വൈദ്യുതി. ഒരു താരതമ്യവുമില്ലാത്ത കുതിച്ചു ചാട്ടമായിരുന്നു LDFൻ്റെ കാലത്ത് കേരളം കണ്ടത്. വിസ്മയത്തോടെയാണ് അന്ന് അതിനെ കേരളം നോക്കിക്കണ്ടത്. രൂക്ഷമായ വൈദ്യുതി കമ്മിയിൽ നിന്ന് കേരളം വൈദ്യുതി മിച്ച സംസ്ഥാനമായി മാറി. പത്രങ്ങൾ മുഖപ്രസംഗങ്ങളിലൂടെ ആ രാഷ്ട്രീയ ഇച്ഛാശക്തിയെ വാഴ്ത്തി. പക്ഷേ പിന്നീടുണ്ടായത് ആ കർമ്മോത്സുകമായ ഇടപെടലിന് അന്നത്തെ വൈദ്യുതി മന്ത്രിക്കെതിരായ ഗൂഢാലോചനകളാണ്. പദ്ധതിയെക്കുറിച്ച് CAG നടത്തിയ സ്വാഭാവികമായ വിശദീകരണം തേടലിനെ CAG റിപ്പോർട്ടായി ചിത്രീകരിച്ചു. വിദ്യാർത്ഥി പ്രക്ഷോഭം, ആദിവാസി പ്രക്ഷോഭം, കോൺഗ്രസിലെ പിളർപ്പ്, അവിശ്വാസ പ്രമേയം എന്നിങ്ങനെ UDF ഗവൺമെൻറ് രാഷ്ട്രീയ പ്രക്ഷുബ്ധതയുടെ നടുക്കയത്തിൽപ്പെട്ട ഘട്ടത്തിൽ ശ്രദ്ധ വഴിതിരിച്ചു വിടാനെന്നോണം ലാവ്ലിൻ കരാർ UDF ഗവൺമെൻറ് വിജിലൻസിന് വിട്ടു. വിജിലൻസ് ആകട്ടെ പിണറായി വിജയൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് സാക്ഷ്യപ്പെടുത്തി. പിണറായി വിജയൻ അടക്കം 5 മന്ത്രിമാരുടെ നടപടികളെ പറ്റി പരിശോധിച്ചിരുന്നു. ഈ 5 മന്ത്രിമാരും നിയമപരമായി ഉള്ള കുറ്റങ്ങൾ ചെയ്തതായിട്ട് വിജിലൻസ് അന്വേഷണത്തിൽ വെളിവായിട്ടില്ല. വിജിലൻസ് ഡയറക്ടർ അദ്ദേഹത്തിൻ്റെ ഫോർവേഡിംഗ് നോട്ടിലാണ് കൂടുതൽ അന്വേഷണം നടത്തി കൂടുതൽ പ്രതികളെ ഉണ്ടെങ്കിൽ ചേർക്കും എന്നൊരു റെഫറൻസ് അദ്ദേഹത്തിൻ്റെ ഫോർവേഡിംഗ് നോട്ടിൽ കൊടുത്തിട്ടുണ്ട്. അത് വിജിലൻസ് റിപ്പോർട്ടിൻ്റെ ഭാഗമല്ല. വിജിലൻസ് അന്വേഷണം കൊണ്ട് രാഷ്ട്രീയ നേട്ടമുണ്ടാവുന്നില്ല എന്ന് വന്നപ്പോഴാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരുന്ന ദിവസം കേസ് CBIക്ക് വിടാൻ UDF നിശ്ചയിച്ചത്. എല്ലാ രേഖകളും വരുത്തി പഠിച്ച ശേഷം ഇത് കഴമ്പില്ലാത്ത കേസാണ് എന്ന് CBI എന്ന് പറഞ്ഞു. അപ്പോഴേക്ക് ഒരു വിധത്തിലും ഇതുമായി ബന്ധമില്ലാത്തവരുടെ രംഗപ്രവേശമായി. കേസ് CBI അന്വേഷിച്ചു. ഒടുവിൽ CBI റിപ്പോർട്ടുമായി എത്തി. ഇവിടെ 98% പവർ കട്ടിൻ്റെ കാലത്ത് നിന്ന് കേരളത്തെ വൈദ്യുതി മിച്ച പദവിയിലേക്ക് ആനയിച്ച ഒരാൾ അകാരണമായി ആക്ഷേപിക്കപ്പെടുന്നു. മലബാറിലെ നിരാധാരരായ ക്യാൻസർ രോഗികൾക്ക് ആശ്വാസം എത്തിക്കാൻ ശ്രമിച്ചതിന് അകാരണമായി ക്രൂശിക്കപ്പെടുന്നു. ഈ ആശുപത്രി ശരിയായ രീതിയിൽ പൂർത്തീകരിക്കുന്നതിന് ഒരു കാര്യവും UDF ഗവൺമെൻറ് ചെയ്തില്ല എന്നതാണ് വസ്തുത. 2001-ൽ ആ ഗവൺമെൻറ് അധികാരത്തിൽ വന്നു. അതിനുശേഷം ഒരു തവണ അത് പുതുക്കിയിട്ടുണ്ട്. ഈ MOU പുതുക്കിയിട്ടുണ്ട്. പിന്നെ പുതുക്കേണ്ടിയിരുന്നത് 2002-ലാണ്. 2002-ൽ MOU പുതുക്കേണ്ട ഘട്ടം വന്നപ്പോൾ പുതുക്കാൻ തയ്യാറായില്ല. ആ എഗ്രിമെൻ്റ് തയ്യാറായി അതിൻ്റെ ഡ്രാഫ്റ്റ് വൈദ്യുതി വകുപ്പ് മന്ത്രിയുടെ കയ്യിലെത്തിയതാണ്. ആ എഗ്രിമെൻ്റ് ഒപ്പുവെക്കാൻ തയ്യാറായില്ല. എന്തേ ഒപ്പുവെക്കാൻ തയ്യാറാകാതിരുന്നത്? എന്താ ഒപ്പുവെക്കാൻ എതിരായിട്ടുള്ള കാരണങ്ങളുണ്ടെങ്കിൽ അവരെ വിളിച്ച് ചർച്ച ചെയ്യണമല്ലോ. ഇന്ന വകുപ്പുകൾ ഞങ്ങൾക്ക് സ്വീകാര്യമല്ല. സ്വാഭാവികമായിട്ടും പറയാം, നമ്മുടെ സംസ്ഥാനത്തിന് താല്പര്യമല്ലേ നമ്മൾ സംരക്ഷിക്കേണ്ടത്. സംസ്ഥാനത്തിൻ്റെ താല്പര്യം സംരക്ഷിക്കാനല്ലേ ഗവൺമെൻറ്. അപ്പോൾ ഗവൺമെൻറ് പറയണം, നിങ്ങൾ ഈ ക്ലോസുകളോട് ഞങ്ങൾക്ക് യോജിപ്പില്ല, ഞങ്ങൾക്കത് യോജിക്കാൻ കഴിയില്ല, ഇന്ന ക്ലോസുകളായിരിക്കണം. അങ്ങനെ ഒരു ചർച്ച എവിടെയെങ്കിലും നടത്തിയിട്ടുണ്ടോ? എന്തേ നടത്താതിരുന്നത്? AK ആൻ്റണിയാണ് മുഖ്യമന്ത്രി. മുഖ്യമന്ത്രിയാണ് ഗവേണിംഗ് ബോഡിയുടെ അധ്യക്ഷൻ. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഗവേണിംഗ് ബോഡി യോഗം ചേരുന്നു. ആ ഗവേണിംഗ് ബോഡിയിൽ ഈ എഗ്രിമെൻ്റ് വെക്കേണ്ട കാര്യം ചർച്ച ചെയ്യപ്പെടുന്നു. അങ്ങനെ ചർച്ച ചെയ്യപ്പെടുമ്പോൾ ആൻ്റണി തന്നെ ഇടപെടുന്നു. എഗ്രിമെൻ്റ് വെക്കാമെന്ന് പറയുന്നു. ആ ഗവേണിംഗ് ബോഡിയിൽ പറയുന്നു. എന്തേ എഗ്രിമെൻ്റ് വെക്കാതിരുന്നത്?
എഗ്രിമെൻ്റ് വെക്കാത്തതിന് കാരണങ്ങളുണ്ടെങ്കിൽ ആ കാരണങ്ങൾ പറയണം. നമ്മുടെ സംസ്ഥാനത്തിന് ഏതെങ്കിലും തരത്തിൽ ദോഷകരമായ വ്യവസ്ഥകൾ എഗ്രിമെൻറ്റിലുണ്ടെങ്കിൽ അത് പറഞ്ഞാൽ നമുക്ക് അംഗീകരിക്കാമല്ലോ. നമുക്ക് നമ്മുടെ സംസ്ഥാനത്തിന് താല്പര്യമല്ലേ നോക്കേണ്ടത്? എന്തുകൊണ്ടാണ് അത്തരമൊരു എഗ്രിമെൻ്റ് ഒപ്പിടാൻ തയ്യാറാകാതിരുന്നത്? മന്ത്രിമാരായാൽ എല്ലാം മുറ പോലെ നടന്നോട്ടെ എന്ന് കരുതി ഒന്നിലും ഇടപെടാതെ കൊടിവെച്ച കാറിൽ നടന്നാലും മതി. അങ്ങനെയുള്ള മന്ത്രിമാരെ കേരളം ധാരാളമായി കണ്ടിട്ടുമുണ്ട്. എന്നാൽ അങ്ങനെയല്ലാതെ ഭാവനാപൂർണമായി രാഷ്ട്രീയ ഇച്ഛാശക്തിയോടെ കർമ്മോത്സുകതയോടെ ഇടപെട്ടാൽ എന്തുണ്ടാവും? ആ ചോദ്യത്തിനുള്ള ഉത്തരമാണോ പിണറായി വിജയൻ ഇന്ന് നേരിടുന്ന പ്രത്യാഘാതങ്ങൾ? കേരളത്തിൻ്റെ മനസാക്ഷിക്ക് മുമ്പിലുള്ള ഏറ്റവും വലിയ ചോദ്യം ഇന്ന് ഇതാണ്.